ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായകമായ അവസാന T20 മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റുന്നു. കാത്തിരിപ്പിനൊടുവിൽ പ്ലേയിങ് 11-ൽ ലഭിച്ച അവസരം സഞ്ജു അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു തുടക്കം മുതൽ തന്നെ ആക്രമണകാരിയായ ബാറ്റിംഗ് ശൈലിയാണ് പുറത്തെടുത്തത്. ദക്ഷിണാഫ്രിക്കൻ പേസർമാരെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടുകളും. പവർ പ്ലേ ഓവറുകളിൽ അഭിഷേക് ശർമ്മയെ പോലെ നിഴലിലാക്കുന്ന പ്രകടനമാണ് സഞ്ജുവിൽ നിന്ന് ഉണ്ടായത്. നേരിട്ട 4-ാം പന്തിൽ തന്നെ മാർക്കോ യാൻസിനെ ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിന് പറത്തി സഞ്ജു തന്റെ വരവറിയിച്ചു. യാൻസൺ എറിഞ്ഞ 5-ാം ഓവറിൽ സഞ്ജു കാഴ്ചവെച്ച ബാറ്റിംഗ് അത്യന്തം മനോഹരമായിരുന്നു. ഓവറിലെ 2-ാം പന്തിൽ എക്സ്ട്രാ കവറിലൂടെ സഞ്ജു പായിച്ച ബൗണ്ടറി കമന്ററി ബോക്സിലിരുന്ന മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രിയെ പോലും വിസ്മയിപ്പിച്ചു. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് കണ്ട രവി ശാസ്ത്രി നടത്തിയ നിരീക്ഷണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. സഞ്ജുവിനെ പോലൊരു പ്രതിഭയെ എന്തുകൊണ്ടാണ് ടീം ഇന്ത്യ സ്ഥിരമായി പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. സഞ്ജു ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ആർക്കെങ്കിലും പരിക്കേൽക്കുമ്പോൾ മാത്രം സഞ്ജുവിനെ കളിപ്പിക്കുന്നത് എന്തിനാണ് എന്നായിരുന്നു ശാസ്ത്രിയുടെ രൂക്ഷമായ ചോദ്യം. സഞ്ജുവിന്റെ സാങ്കേതിക തികവിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ക്രീസിൽ ഒരുമിക്കുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്ന തുടക്കം വിനാശകാരിയാണെന്ന് മുൻ താരം ഇർഫാൻ പത്താനും അഭിപ്രായപ്പെട്ടു. ഇരുവശത്തു നിന്നും ഒരേപോലെ ആക്രമണം നടക്കുന്നത് ബൗളർമാരുടെ താളം തെറ്റിക്കുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ സഞ്ജു അഭിഷേക് സഖ്യം ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് വ്യക്തമാകും. ഇരുവരും ചേർന്ന് ഓപ്പൺ ചെയ്ത 13 ഇന്നിംഗ്സുകളിൽ നിന്ന് 330 റൺസാണ് പിറന്നിട്ടുള്ളത്. ഓരോ ഓവറിലും ശരാശരി 10 റൺസിലേറെയാണ് ഈ സഖ്യം നേടുന്നത്. ഈ കൂട്ടുകെട്ട് ക്രീസിൽ ഉള്ളപ്പോൾ 7 തവണ ഇന്ത്യൻ സ്കോർ 200 കടന്നുവെന്നത് ചെറിയ കാര്യമല്ല. ഇതിൽ 4 തവണ സ്കോർ 230-ന് മുകളിൽ എത്തുകയും ചെയ്തു. ഇത് ടീം ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ അതിവേഗ പിച്ചുകളിൽ യാതൊരു ദയയുമില്ലാതെയാണ് സഞ്ജു കളിച്ചത്. ഷോർട്ട് പിച്ച് പന്തുകളെ അദ്ദേഹം ഫുൾ ഷോട്ടുകളിലൂടെയും കട്ട് ഷോട്ടുകളിലൂടെയും നേരിട്ട രീതി ക്ലാസിക് ആയിരുന്നു. സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന സഞ്ജുവിനെതിരെയുള്ള മുൻകാല വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഈ ഇന്നിംഗ്സ്. തന്റെ സ്വത്വസിദ്ധമായ ശൈലിയിൽ തന്നെ അദ്ദേഹം സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സഞ്ജുവിന്റെ ടൈമിങ്ങും പവർ ഹിറ്റിങ്ങും ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രമിനെ പോലും ആശയക്കുഴപ്പത്തിലാക്കി. ഫീൽഡിംഗിൽ വരുത്തിയ മാറ്റങ്ങളൊന്നും സഞ്ജുവിന്റെ ഒഴുക്ക് തടയാൻ പര്യാപ്തമായിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ സഞ്ജു ആരാധകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ പ്രകടനം. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിൽ സഞ്ജുവിനെ ഒരു നിർണായക താരമായ ടീം മാനേജ്മെന്റ് കാണണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കമന്ററി ബോക്സിലെ രവി ശാസ്ത്രിയുടെ വാക്കുകൾ ടീം സെലക്ഷൻ കമ്മിറ്റിക്കുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പായാണ് ആരാധകർ വിലയിരുത്തുന്നത്. പ്രതിഭയുള്ള താരങ്ങളെ കൃത്യമായി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മത്സരത്തിലുടനീളം സഞ്ജുവിന്റെ ഓരോ സിക്സറുകളും ബൗണ്ടറികളും ഗാലറിയിലെ ആരാധകർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങളിൽ ഇത്ര മികച്ച ടൈമിങ്ങോടെ ബാറ്റ് ചെയ്യുന്ന മറ്റൊരു ഇന്ത്യൻ താരമില്ലെന്ന് സോഷ്യൽ മീഡിയയും വാദിക്കുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ട് ആശ്വാസം നൽകുന്നതാണ്. പവർ പ്ലേയിൽ തന്നെ മികച്ച സ്കോർ നേടുന്നത് ടീമിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ അസാധാരണമായ ആത്മവിശ്വാസമാണ് ജോഹന്നാസ് ബർഗിൽ പ്രതിഫലിപ്പിച്ചത്. ഓരോ പന്തിലും താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അഭിഷേക് ശർമ്മ നൽകിയ പിന്തുണയും ശ്രദ്ധേയമായിരുന്നു. സഞ്ജു ആക്രമിക്കുമ്പോൾ സിംഗിളുകൾ നൽകി അദ്ദേഹത്തിന് സ്ട്രൈക്ക് കൈമാറാനും സഞ്ജു വിശ്രമിക്കുമ്പോൾ പ്രഹരിക്കാനും അഭിഷേകിന് കഴിഞ്ഞു. ഈ ഒരു പ്രകടനത്തോടെ സഞ്ജു സാംസൺ ഇന്ത്യൻ T20 ടീമിലെ തന്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. സെലക്ടർമാർക്ക് ഇനി അദ്ദേഹത്തെ തഴയുക എന്നത് എളുപ്പമാകില്ല. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന്റെ ഈ വിജയം അഭിമാന നിമിഷമാണ്. രാജ്യാന്തര തലത്തിൽ തന്റെ പേരും പെരുമയും ഒരിക്കൽ കൂടി അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു.